എക്സസൈസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു എക്സ്ക്യൂസും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഈ എക്സസൈസ് എന്ന് പറഞ്ഞാലേ നമുക്ക് വെറും ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി അത് മാത്രമല്ല കേട്ടോ. എക്സസൈസ് ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫിലാക്റ്റിക് മെഡിസിനുമാണ്. ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു പ്രൊഫിലാക്റ്റിക് വാക്സിനാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അസുഖമുള്ളവർക്കാണെങ്കിൽ അത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മെഡിസിനും കൂടിയാണ് എക്സസൈസ്. രക്തസമ്മർദ്ദം എന്താല്ലേ ഒരുപാട് പേർക്കുള്ളൊരു ആരോഗ്യ പ്രശ്നമാണ്. നമുക്ക് ഹൃദയാഘാതം ഉണ്ടാവാൻ, നമുക്ക് പക്ഷാഘാതം വരാൻ, ഇതിനൊക്കെ രക്തസമ്മർദ്ദം ഒരു വലിയ കാരണമാണ് അല്ലേ. ഈ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ, ഈ നിശബ്ദ കൊലയാളിയെ വകവരുത്താൻ സഹായിക്കുന്ന നല്ലൊരു പോരാളിയാണ് ഈ വ്യായാമം. എക്സസൈസും നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതിയും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്തസമ്മർദ്ദത്തെ വരുതിയിലാക്കാൻ പറ്റും. രക്തസമ്മർദ്ദം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ രക്തക്കൊയലുകൾക്കൊക്കെ അത് വല്ലാത്ത അപകടം ഉണ്ടാക്കിയിട്ട് ഒരുപക്ഷെ നിങ്ങളെ കിഡ്നി വരെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാർഡിയോ വാസ്കുലർ എക്സസൈസുകളായിട്ടുള്ള റണ്ണിങ്, ബൈസിക്ലിങ്, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു ഉപകാരം എന്താണെന്നറിയോ? നമുക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാട് കുറക്കുന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത്? ക്യാൻസർ നമുക്ക് ഈ ഇത്തരം എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വയറിലൂടെ നമ്മൾ കഴിച്ച ഭക്ഷണത്തെ കുറച്ചുകൂടി വേഗത്തിൽ അത് പാസ് ചെയ്യാൻ അനുവദിക്കും എന്നുള്ളതാണ്. ഇത് പാസ് ചെയ്യാൻ അനുവദിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് ടോക്സിക് കെമിക്കൽസിന് നമ്മൾ വയറിൻ്റെ ഉള്ളിലെ ലെയറുമായിട്ട് കൂടുതൽ നേരം സമ്പർക്കം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കേണ്ട പല സംഭവങ്ങളും നമ്മൾ വയറ്റിൽ നിന്ന് രക്തത്തിലേക്ക് എത്തുന്നത് തടയാൻ ഈ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് സാധ്യമാകും. പ്രത്യേകിച്ച് വയറ്റിലെ ക്യാൻസർ വരുന്നത് തടയാനാണ് എക്സസൈസ് കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ ലെവല് നമ്മുടെ രക്തത്തിൽ കുറച്ച് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കുറഞ്ഞു നിൽക്കുന്നുള്ളതാണ്. ഇതും നമ്മൾ ക്യാൻസർ ഉണ്ടാക്കുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. പൊണ്ണത്തരി കുറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര തടിയുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു കാലത്ത്. പിന്നെ കുറേ റെഗുലറായിട്ട് കുറച്ചൊക്കെ വ്യായാമം ചെയ്തുകൊണ്ടാണ് ഈ അമിത വണ്ണം എന്നുള്ളതിൽ നിന്ന് ഒരു തടിയൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റിയത്. ഇത് ചെയ്യുമ്പോൾ എന്താ ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വയറിലെ ഫാറ്റാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഫാറ്റ്. നമ്മുടെ ഈ അരക്കെട്ടിൻ്റെ ഈ ഒരു ചുറ്റളവുണ്ടല്ലോ, അത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഇത് കുറയ്ക്കൽ വളരെ ആവശ്യമുണ്ട്. വെറും ഒരു വയറ് മാത്രമല്ല, ഇതുള്ള ആൾക്കാർക്ക് ഹൃദ്രോഗങ്ങൾ മൂലവും മറ്റും ഉണ്ടാകുന്ന മരണസാധ്യത മറ്റുള്ളവരെക്കാളും ഒരുപാട് കൂടുതലാണെന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോളുണ്ട്, ചീത്ത കൊളസ്ട്രോളുണ്ട്. HDL കൊളസ്ട്രോൾ എന്നാണ് ഈ നല്ല കൊളസ്ട്രോളിനെ പറയുന്ന പേര്. LDL കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോൾ. ഈ ചീത്ത കൊളസ്ട്രോൾ കുറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഹൃദയത്തിനും മറ്റൊക്കെ ഉപകാരം ചെയ്യുമെങ്കിലും അതിലേറെ നമുക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ HDL കൊളസ്ട്രോൾ കൂടുക എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരം വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ HDL കൊളസ്ട്രോളിൻ്റെ അളവ് നന്നായിട്ട് കൂടും. ഇത് കൂടിക്കഴിഞ്ഞാൽ എന്താ വെച്ചെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ അടഞ്ഞു കിടക്കുന്ന ഈ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, ഈ കൊഴുപ്പിനെല്ലാം ഇത് ശേഖരിച്ചിട്ട് ശരീരത്തിൻ്റെ പെരിഫറിയിൽ നിന്ന് ശേഖരിച്ചിട്ട് നമ്മൾ ലിവറിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് നമുക്ക് എന്താവും, ഒരുപാട് ഹൃദ്രോഗ റിസ്കുകളൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ നല്ല ചങ്കായി നിലനിൽക്കുന്നുള്ളതാണ്, നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രായമായി വരുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു പ്രശ്നമാണ് ഈ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നം, ഡിമെൻഷ്യ എന്നാണ് പറയുന്നത്. ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉണ്ടാവാനുള്ളൊരു സാധ്യത പ്രത്യേകിച്ച് നമ്മൾ എയറോബിക് എക്സസൈസുകൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ കുറയും എന്നുള്ളത്. കാരണം നമുക്കെന്താ, ഈ എയറോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും യഥാർത്ഥ രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുകൊണ്ട് അങ്ങോട്ടൊക്കെ നന്നായി ഓക്സിജൻ സപ്ലൈ ഉണ്ടാവുകയും അവിടെയൊക്കെ ഈ ഡിമെൻഷ്യ പോലത്തെ ഈ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല ഷാർപ്പായി നിൽക്കേണ്ട വേളകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? കുറച്ച് എക്സസൈസ് ചെയ്തിട്ടൊന്ന് പോയി നോക്ക്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്പനിയിലൊരു വർക്ക് പൂർത്തീകരിക്കാനുണ്ട്, നിങ്ങളാകെ ഇങ്ങനെ ഹറിബറിയായി നിൽക്കുമ്പോൾ കുറച്ച് നേരം പോയിട്ട് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് എന്തെങ്കിലും ഒരു എയറോബിക് എക്സസൈസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മെൻ്റൽ ഷാർപ്പ്നെസ് വർദ്ധിച്ചിരിക്കുന്നുള്ളതാണ്. എക്സസൈസ് കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്.
ബാക്കി നമുക്ക് പിന്നെ പറയാലോ. ഓക്കെ, ബി ഹെൽത്തി, ബൈ.